മോള് വാ. മിഥുൻ വന്നോ അമ്മ? ഓ വന്നല്ലോ. വന്നിട്ടൊന്നും വിളിച്ചു പോലുമില്ലല്ലോ. അവൻ മേളിലുണ്ട്, നീ പോയി ചോദിക്ക. മിഥുൻ, Why are you avoiding me? ഇന്നലെ ഇന്നും എത്ര തവണ വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, ഒന്നിനും റെസ്പോണ്ട് ചെയ്തത് പോലുമില്ല. ഈ 2-3 ദിവസം കൊണ്ട് നിനക്ക് എന്താ സംഭവിച്ചേ? എന്റെ ആദ്യം നടന്ന എൻഗേജ്മെന്റ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? Then why are you avoiding me? എന്നെ ടെൻഷൻ അടുപ്പിക്കാതൊന്ന് പറ മിഥുൻ. കല്യാണ സ്ഥലത്ത് വെച്ച് പഴയൊരു സുഹൃത്തിനെ കണ്ടു. അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. അവനോട് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി പറഞ്ഞു ആഫ്റ്റർ മാരേജ് ലഗേജ് കൂടെ കൂട്ടാൻ പറ്റില്ല. ഈ ലഗേജ് എന്ന് പറയുന്നത് ഇൻലോസിനെ വിളിക്കുന്ന കൊടുവാക്ക. അവളത് പറഞ്ഞപ്പോൾ അവന് വിഷമായി. അവനമ്മ മാത്രമേ ഉള്ളൂ. കേട്ടപ്പോൾ എനിക്കും ഭയങ്കര വിഷമായി. പ്ലീസ് എന്നെ അത്തരം പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടല്ലേ. നീ വേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ അമ്മ അച്ഛനും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. സത്യം. മോര് നല്ലതാട്ടാ, കുടിക്ക്. സന്തോഷമാണ് കാരണമെങ്കിൽ കുറച്ച് മദ്യമാവും. മറിച്ച് ഇമോഷണലാണ് കാരണമെങ്കിൽ മോനെ അത് വേണ്ട. തമിഴ്നാട്ടിൽ നിന്ന് നീ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്കെന്ത് പറ്റി? കൂട്ടുകാരുമായിട്ട് നീ വഴക്കിട്ടു? വൈദ്യേശ്വരൻ കോവിലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ? എന്താ സംഭവിച്ചത്? നീ അച്ഛനോട് പറ. திருமண பிராப்தம் இல்ல. அந்த பொண்ணுக்கு ஆயுசு ரொம்ப கம்மி. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്ന് അറിയാമോ? സംഭവിക്കാൻ സാധ്യതയുള്ളത്. പോസിബിലിറ്റീസ്, പ്രോബബിലിറ്റീസ്. ഡോക്ടേഴ്സ് പറയാറില്ലേ സിംറ്റംസ്. രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി പറയില്ലേ? സെയിം. അച്ഛാ, അയാൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ശരിയായിരുന്നു. ദാറ്റ് ഇസ് പാസ്റ്റ്. സംഭവിച്ചതിനെ കുറിച്ച് പറയുന്ന പോലെ അല്ല സംഭവിക്കാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഇറ്റ് ഇസ് സം സോർട്ട് ഓഫ് എ വാർണിംഗ്. ആദ്യം നിങ്ങൾ കല്യാണത്തിന് പോകണ്ടെന്ന് തീരുമാനിച്ചു, പിന്നെ ആ തീരുമാനം മാറ്റിപ്പോയി. അവിടെ ജ്യോത്സ്യരെ കാണാൻ താല്പര്യമില്ലാതിരുന്നിട്ടും കണ്ടു. താല്പര്യമില്ലാത്ത വിഷയങ്ങൾ കേട്ടു. വിധിയാണെങ്കിൽ, നടക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ പോകില്ല, കാണില്ല, കേൾക്കില്ല. നടക്കേണ്ടത് നടക്കും. അവിടെ പോയതും കണ്ടതും കേട്ടതും ഒക്കെ നിമിത്തങ്ങളാണ്. ദാറ്റ് മീൻസ് പോംവഴികൾ ഉണ്ടാവും. இவனை பிடிக்கணும். இப்படி தூக்கி போடுறோம், புரியுதா? ஓகே சார். ടേക്ക് പോയാലോ സാർ? ഓക്കെ മാസ്റ്റർ. നമുക്ക് ഇതിന്റെ ഒരു മൂവ്മെന്റ് ടോപ്പ് പോയി നന്നായിരിക്കും. ക്യൂ ഞാൻ അവിടെ നിന്ന് തരാം. മാസ്റ്റർ റെഡിയല്ലേ? റെഡി സാർ. പ്രിൻസ് റെഡി? റോൾ ക്യാമറ. റോളിംഗ് ആക്ഷൻ. Train up! Got it!
മാസ്റ്റർ ഓക്കെ അല്ലേ? ഓക്കെ. റോമസ് അല്ലായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കേടാ. പ്രിൻസേ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. വേറെ ഷോട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ ഓക്കെ, കാണാം. പാക്കപ്പ്. ഓക്കെ, അടുത്തേക്ക് നിങ്ങൾ തന്നെ വന്നേക്ക്, ഞാൻ പറഞ്ഞേക്കാം. അടുത്ത സ്കെഡ്യൂൾ കാണാം സാർ. എടാ, മൂർത്തിയാണ് ആളെ കുറിച്ച് പറഞ്ഞത്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം, എന്തെങ്കിലും പോകുമ്പഴി. ശരി. സൈക്കോളജിയിൽ എൻ്റെ പ്രൊഫസറായിരുന്നു ഡോക്ടർ മാത്യു സാർ. ബിലീവ് ഇൻ യു എന്ന് പറയുന്നത് മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അവർക്കങ്ങനെ ഒരു റിലീജിയനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് വെച്ച് ഒരു വിശ്വാസത്തിന് അവരെതിരുമല്ല. ഇൻഫാക്ട് ഓരോ റിലീജിയൻ്റെയും ഹിഡൻ സയൻസും അവർക്ക് വിഷയമാണ്. ഈ ബിലീവ് ഇൻ യു എന്ന കൂട്ടായ്മ തുടങ്ങിയത് മാത്യു സാറാണ്. ഓ, അത്ര ഉള്ള. ഞാൻ വിചാരിച്ചു ഏതോ വലിയ മന്ത്രവാദിനെ കാണാനായിരിക്കുന്നു. മൂർത്തി, നമുക്ക് പോവാം. പുറത്തു മാത്രമല്ല, അന്ധവിശ്വാസം നമ്മുടെ ഉള്ളിലുമുണ്ട്. അതിൽ പലതും ഈ റിലീജിയന്റെ കെയർ ഓഫിൽ വന്നുകൂടിയതാ. അതിൻ്റെ ദുരന്തം ഞാനും ഒന്ന് അനുഭവിച്ചു. ചിലരുമായിട്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒന്ന് തർക്കിച്ചപ്പോൾ സ്വർഗം കണ്ടില്ല, പക്ഷെ നരകം കാണിച്ചു തന്നു. അതിൻ്റെ അത്യാവശ്യം ചില ഓർമ്മകൾ ശരീരത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. എന്തിനാ അവരെ പറയണേ? സ്വർഗവും നരകവും ഒക്കെ ഒരു തോന്നലാന്ന് പറഞ്ഞാൽ ഇവള് സമ്മതിക്കില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞാലേ ഉള്ളതില്ലാതാവോ? വിശ്വാസമില്ലാത്തൊരു വിശ്വസിക്കണ്ട, അല്ലേ? ദേ ഈ അമ്മ എങ്ങനെയാ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ആരെയും പേടിപ്പിക്കാൻ അന്ധവിശ്വാസം പോലെ വേറൊരു ടൂളില്ല. ചിലപ്പോഴത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. അതിനുള്ള ഏക പോംവഴി മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. മാറി ചിന്തിക്കുക എന്ന് വെച്ചാൽ എന്താ അങ്കിൾ? കർക്കിടക മാസം, തമിഴിൽ ആടി മാസം, ഒരു കാര്യവുമില്ലാതെ കുറേ ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മാസം. പന്നമാസം, പഞ്ഞമാസം, മൂദേവി മാസം, അങ്ങനെ പലതും. ഈ ആടിമാസത്തിൽ പൊതുവേ കച്ചവടം കുറവായിരിക്കും. അങ്ങനെ ഈ കച്ചവടക്കാര് ആടിയെ പഴിച്ചും കരഞ്ഞും ഇരിക്കുമ്പോൾ ഒരാൾ മാത്രം മാറി ചിന്തിച്ചു. അയാൾ എന്ത് ചെയ്തു? കടയുടെ മുന്നിൽ പുതിയൊരു ബോർഡ് തൂക്കി. ആടി ഡിസ്കൗണ്ട് സെയിൽ, കർക്കിടക തള്ളുപടി, കർക്കിടക കിഴിവ്, കർക്കിടക സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അങ്ങനെ ആകെ ടേൺ ഓവറിന്റെ 25% ഇപ്പൊ കർക്കിടകത്തിൽ നിന്നായി. മൂദേവി മാസം, അങ്ങനെ ശ്രീദേവി മാസമായി. ഒരാൾ മാറി ചിന്തിച്ചപ്പോ അതിന്റെ ഗുണം ഒരുപാട് പേർക്ക് കിട്ടി. മഹാത്മജി നോൺ വയലൻസ്, അഹിംസ എന്ന വാദം ഉയർത്തി കാണിച്ചപ്പോ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു മുഖമുണ്ടാക്കി. മാറി ചിന്തിച്ചപ്പോൾ EMS വിപ്ലവകാരിയായി. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം. അതിനാണ് ബിലീവ്
in you. നന്നായിട്ടുണ്ട് സാർ. ഇതിനു മുമ്പ് കേൾക്കാത്തത് കേട്ടപ്പോൾ ഒരു ഫ്രഷ്നസ് തോന്നി. താങ്ക് യു സാർ. സാറേ വളരെ നന്നായിരുന്നു. ഭംഗി വാക്ക് പറയല്ല. നല്ല ക്ലാസ് ആയിരുന്നു അല്ലേ? നമുക്ക് ഇനിയും വരാം. നിനക്ക് എന്ത് തോന്നി? ബിലീവ് ഇൻ യു. എടി ഇടയ്ക്കിടയ്ക്ക് നീ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അപ്പൊ അതിന്റെ പേടിപ്പിക്കലൊക്കെ അങ്ങ് മാറും. എന്നെ കൂടി ഉദ്ദേശം കേട്ടോ. മൂർത്തി എന്നോട് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അസ്ട്രോളജി സയൻസ് ആണെന്നാണല്ലോ പറയുന്നത്. ഏത് സയൻസിനും തെറ്റും ശരിയും ഉണ്ടാവാം, അല്ലേ? അയാൾ പറഞ്ഞത് പലതും ശരിയായിരുന്നു സാർ. മരണം സംഭവിക്കുന്നതിനുള്ള കാരണം മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ഡോക്ടേഴ്സിന് നമ്മളെ സഹായിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ആശ്രയിക്കുന്നത് വിശ്വാസങ്ങളെ, ദൈവത്തെ, അതിനെല്ലാം കഴിഞ്ഞേക്കാം. ബിയോണ്ട് ദാറ്റ് പ്രകൃതി അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ മനുഷ്യനെ അനുവദിക്കാറില്ല. അത് സയൻസും സമ്മതിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ലോ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ഭൗതിക ശാസ്ത്രജ്ഞർ ഇതിനെ സിസ്റ്റം ഓഫ് എൻട്രോപ്പി എന്നാണ് പറയുക. ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്നൊക്കെ പറയുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത രഹസ്യങ്ങളെക്കുറിച്ചാവും. ഈ വിധി, ഫെയ്റ്റ് എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചാവാം. ഞാൻ വിവാഹം കഴിക്കുന്നതാണ് കാരണമെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട സാർ. അവള് ജീവനോടെ ഇരുന്നാ മതി. മിഥുൻ, അക്ബർ ചക്രവർത്തി ഒരിക്കൽ ബീർബലിനോട് പറഞ്ഞു, നോക്കൂ ബീർബൽ, ആ വെളുത്ത ചുവരിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എഴുതിയിടണം. ഒരു നിബന്ധന, സന്തോഷിച്ചിരിക്കുന്നവർക്ക് അത് വായിക്കുമ്പോൾ ദുഃഖവും, ദുഃഖിച്ചിരിക്കുന്നവർക്ക് അത് കാണുമ്പോൾ വായിക്കുമ്പോൾ സന്തോഷവും തോന്നും. അധികം സമയമൊന്നും എടുത്തില്ല. ബീർബൽ അവിടെ ചെന്ന് ആ ചുവരിൽ എന്തോ എഴുതി. അതിങ്ങനെയായിരുന്നു, ഈ നേരവും കടന്നു പോകും. നമുക്ക് നാളെ രാവിലെ ഇതേ സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ മീറ്റ് ചെയ്യും. ഓക്കെ സാർ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെ, നിങ്ങളെ സാറ് വിളിക്കുന്നു. വാ. ഞാനൊരു അമാനുഷികനല്ല, ഗോഡ്മാനുമല്ല. പക്ഷേ ചില വിഷയങ്ങൾ ആഴത്തിൽ ചിന്തിക്കാൻ കഴിഞ്ഞെന്ന് വരും. മിഥുന്റെ കാര്യം ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ചു. പുലർച്ചെ എപ്പോഴോ
മനസ്സിൽ തോന്നിയത് ഞാൻ പറയാം. കേൾക്കുമ്പോൾ വട്ടാൻ തോന്നാം. എന്താണ് ഇതിന്റെ ലോജിക്? ഇത് പ്രാക്ടിക്കലാണ്. ഇതൊക്കെ നടക്കൂ എന്നൊക്കെ ചോദിച്ചാൽ എന്റെ കയ്യിൽ ഉത്തരവില്ല. കേട്ടിട്ട് തള്ളാനും കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം ഇതിനുണ്ട്. തോന്നിയത് ഇതാണ്: ഒരു 3 പേരുടെ ജീവൻ മിഥുനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ പ്രകൃതിക്ക് ആ കുട്ടിയോട് കരുണ തോന്നിയേക്കാം. എന്ത് തമാശ? 3 പേരുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞ വെറും ജലദോഷം വന്നാൽ മാറ്റാൻ നമുക്കറിയാമോ? എന്നിട്ടാ 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ പോണേ. ചാകാൻ പോകുന്നവരെ എവിടുന്ന് കണ്ടുപിടിക്കാന്? എന്നിട്ടല്ലേ ജീവൻ രക്ഷിക്കാൻ. നേരാവണ്ണം വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ആംബുലൻസ് ഓടിച്ചെങ്കിലും 3-4 പേരുടെ ജീവൻ രക്ഷിക്കാൻ. ഇത് ഉമ്മ അതും അറിയത്തില്ല. എടാ, നീ ജീവിതത്തിൽ എന്തേലും ഒരു കാര്യം പോസിറ്റീവായി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നടക്കാത്ത കാര്യത്തിന് എന്ത് പോസിറ്റീവ് പറയാനാ? നടക്കും. മാത്യു സാറ് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. നീന്താൻ അറിയാത്ത നീ എന്തിനാ ചാടിയ? അവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇരിക്കണ കണ്ടില്ലേ? ആ വട്ടം പ്രൊഫസർ പറയുന്നത് കേട്ട് ഒടുക്കത്തെ ആവേശം കയറി റിസ്ക് എടുത്താ. ഞാൻ റിസ്ക് എടുക്കും. എന്താവേശമായാലും ഇന്നലെ അവൻ കാണിച്ചത് തീരെ ശരിയായില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും അബദ്ധങ്ങൾ അവൻ കാണിച്ച എനിക്ക് അത് ആലോചിക്കുമ്പോഴാ ടെൻഷൻ. അവൻ എങ്ങനെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും? എന്നെ ഷോട്ടിന് വിളിക്കുന്ന, ഞാൻ പിന്നെ വിളിക്കാം. ഈ 42 ഡിസ്ചാർജ് ബാക്കി ശിവരാമകൃഷ്ണൻ ഡോക്ടർ മേലുണ്ട്. ഹായ്.
വെട്ടിയവൻ ഡോക്ടറുടെ ലവറായിരുന്നു. ആളുടെ സ്വഭാവം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ വരെ പ്രപ്പോസൽ കൊണ്ടുവന്നു. ആ ഒരു ദേഷ്യം തീർത്താണ് ആള്. ആ കുട്ടി സേഫാണല്ലോ അല്ലേ? ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സാറ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് വിധിയാണെങ്കിൽ നടക്കേണ്ടതാണെങ്കിൽ നടക്കും. കുത്തൽപ്പം മാറിയിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഇതൊക്കെ? വിധിയെ തോൽപ്പിക്കാനോ? നീന്താൻ അറിയാത്തവൻ നീന്താൻ അറിയാവുന്നവനെ വെള്ളത്തിൽ ചാടി രക്ഷിക്കുക. കറിക്കത്തി കാണാത്തവൻ കുത്തുകൊള്ളാൻ വേണ്ടി നിന്ന് കൊടുക്കുക, അതും ഏതോ പെണ്ണിനെ രക്ഷിക്കാൻ. ഇനിയൊരു വാണിങ്ങിന് നീ നിൽക്കരുത് പ്ലീസ്. നീ തോറ്റു പോകും മോനെ. വിധിയോ ഫെയ്റ്റോ എൻട്രോപ്പിയോ എന്ത് മാങ്ങാത്തോലിയാണെങ്കിലും എടാ അതിനെ അതിന്റെ പാട്ടിനെ വിട്ടേക്ക്. പ്രിൻസേ, വാണിങ്ങിനെ അംഗീകരിക്കുന്നവൻ വിധിയെ അനുസരിക്കും. മറിച്ച് വാണിങ്ങിനെ ചാലഞ്ചായിട്ട് എടുക്കുന്നവൻ വിധിയെ തോൽപ്പിക്കും. ഇവനെടുത്ത റിസ്കിനെ ഞാൻ മറ്റൊരു ആംഗിളിലാണ് കാണുന്നത്. 3 പേരുടെ ജീവൻ രക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. അതും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ. അതൊരു ചാലഞ്ച് തന്നെയാണ്. നിനക്കെന്താ വട്ടായ? 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ അവിടെ ഒരു വട്ടം പറഞ്ഞത് കണ്ണു അടച്ചു വിശ്വസിക്കാൻ ഇവിടെ കുറയണം. എടാ ആവേശം കയറി വിധിയോട് മത്സരിക്കാൻ നിൽക്കണ്ട. 10ാം വയസ്സിൽ ഞാൻ അനുഭവസ്ഥനാ. ഞാൻ പറഞ്ഞതിന് കൃത്യമായ കാരണമുണ്ട്. എന്ത് കാരണം? സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട്, സിങ്ക്രോണിസിറ്റി. സിങ്ക്രോണിസിറ്റി. അതെന്താ? ഒരാളെ ഓർക്കുന്നതും തുടർന്ന് അയാളെ കാണുന്നതും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് അല്ലെങ്കിൽ കോയിൻസിഡൻസ്. ഒരിക്കലാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ആക്സിഡന്റ് എന്നോ കോയിൻസിഡൻസ് എന്നോ പറയാം. പക്ഷെ പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റും കോയിൻസിഡൻസും അല്ലെങ്കിൽ പിന്നെന്താ? അങ്ങനെ തോന്നുന്നതും തുടർന്ന് കാണുന്നതുമായ പല കാര്യങ്ങളും യാദൃശ്ചികമല്ല, ആക്സിഡന്റുമല്ല. അവ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ലോകപ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ കാൾ ഗുസ്താവ് യങ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾ സയൻസ്. അതായത് ജീവിതത്തിൽ ഇപ്പൊ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പലതും തുടർച്ചയാണെന്നും അവയെ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ യങ് പറയുന്നത്. നമ്മളിപ്പോൾ അതിനെ നിമിത്തശാസ്ത്രം അല്ലെങ്കിൽ വെളിപാട്, കിസ്മത്ത്, ഹീബ്രുവിൽ ഇതിനെ തൗ അലഫ് മിയൻ എന്നാണ് പറയുന്നത്. ബേസിക്കലി ഇതിനെക്കുറിച്ച് എല്ലാ റിലീജിയനിലും ഉണ്ട്. പക്ഷേ സിങ്ക്രോണിസിറ്റി ഇസ് സയന്റിഫിക്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എനി റിലീജിയൻ. ഇൻഫാക്ട് DNA റിസർച്ച് പുരോഗമിക്കുമ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും, ഉപയോഗപ്രദമാകും എന്നൊക്കെയാണ് CG യങ് പറയുന്നത്. എടാ, ഈ മുൻകൂട്ടി അറിയാൻ കഴിയുമെന്ന് പറയുന്നത് എങ്ങനെയാ? എടാ, ഈ പ്രകൃതി ഇല്ലെങ്കിൽ യൂണിവേഴ്സ് പലതരത്തിലും മുൻകൂട്ടി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരും. അതിപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൗണ്ട്സ് ആവാം, അല്ലെങ്കിൽ സിമ്പിൾസ് ആവാം, ഓർ മേ ബി ഈവൻ എ ഡ്രീം. ഏറ്റവും പ്രധാനം നമ്മുടെ ഉള്ളിലുള്ള തോന്നലുകളാണ്. ഈ ഗട്ട് ഫീലിംഗ്, ഇൻറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സെയിം. ആ ഉള്ളിലെ തോന്നലുകളാണ് ഇവനെ കൊണ്ട് ഈ റിസ്ക് ഒക്കെ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആക്ച്വലി എനിക്കും ഇതേപോലെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യം തോന്നും, പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ സംഭവിക്കുകയോ ചെയ്യും. ആ ലാൽ സാർ ഇതിന്റെ ആളാ. എത്ര പ്രാവശ്യം പറഞ്ഞ് ഞങ്ങൾ ഞെട്ടിച്ചിട്ടുണ്ടെന്നോ. ഒരു ദിവസം ലൊക്കേഷനിൽ സാർ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് മാറുന്ന കണ്ട്. എഴുന്നേറ്റ് മാറിയതും പ്ലാവിൽ നിന്നൊരു വലിയ ചക്ക സാറിന്റെ കസേരയിൽ വന്ന് വീണ് കസേര തകർന്ന് തരിപ്പണമായി. മാറിയില്ലായിരുന്നെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് കിട്ടും. അതെ, ഫോർ എക്സാമ്പിൾ 9/11 അറ്റാക്സ് നടന്നില്ലേ? ദാറ്റ് സെയിം ഡേ ന്യൂയോർക്ക് വേൾഡ് ട്രേഡ് സെന്ററിലെ 99ാമത്തെ നിലയിൽ ജാക്കി ചാന്റെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തലേദിവസം എന്തോ കാരണം കൊണ്ട് ഷൂട്ട് ക്യാൻസലായി. അന്ന് ആ 99ാമത്തെ നിലയിലേക്കാണ് ഫ്ലൈറ്റ് ഇടിച്ച് കയറിയത്. ചുമ്മാ ജാക്കി ചാന്റെ തള്ളു, വെറും പബ്ലിസിറ്റി സ്റ്റണ്ട്. അപ്പൊ നിനക്ക് മോഹൻലാൽ പറഞ്ഞാൽ മാത്രം ഓക്കെ. ടി ചാനൽ ലാൽ സാറുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കല്ലേ. സാറിനെ വിട്, ആള് വേറെ ലെവലാ. പ്രിൻസേ, ഇവനെടുത്ത റിസ്കിലും ഉണ്ടാവും കാരണങ്ങൾ, ഐദർ ഇൻ പാർട്ട് ഓർ പാർട്ടിക്കിൾ. ആൻഡ് ഐ ഹോപ്പ് ദി എൻഡ് വിൽ ബി പോസിറ്റീവ്. അതെ, എനിക്കൊരു സംശയമുണ്ട്. തുടങ്ങി അവന്റെ ഒടുക്കത്തെ സംശയം. നിർത്താൻ പോവുക.
ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്. ചോദിക്കേ. ഡ്രീംസിന് മീനിങ് ഉണ്ടെന്ന് നീ തന്നെ പറഞ്ഞു. ഇവനൊരു സ്വപ്നം കണ്ടു, പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അത് കണ്ട് വിഷമിച്ച് ഞാനും ഇവളും നോക്കി നിൽക്കുക. ഇതും പോസിറ്റീവ് ആണെന്ന് നീ പറയരുത്. അതെ, ഞാൻ വെറും കോമൺ മാനാണ്. നിങ്ങളുടെ അത്ര അറിവും ബുദ്ധിയൊന്നും എനിക്കില്ല. സംശയവും പേടിയും കുറച്ച് കൂടുതലാണ്, സമ്മതിച്ചു. ഇവന്റെ ശത്രുവല്ല, പ്ലീസ്.